ഹായ് ആൾ. ഇന്ന് ഞാൻ റെറ്റിനോളിനെ കുറിച്ച് പറഞ്ഞു തരാനാണ് വന്നേക്കുന്നത്. അപ്പം റെറ്റിനോൾ എന്താണ്? നമുക്കതെല്ലാം വേണമോ? നമ്മുടെ ഈ പ്രായത്തിൽ അത് അപ്ലൈ ചെയ്യണോ? അത് അപ്ലൈ ചെയ്താലുള്ള ഗുണങ്ങൾ, എപ്പോൾ അപ്ലൈ ചെയ്യണം, അത് നമുക്ക് നമ്മുടെ ഏജുകാർക്ക് അത് ബെനിഫിറ്റ് ആണോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വെൽക്കം ബാക്ക്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണം. ഇതൊക്കെ എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ എന്താണ് ഈ റെറ്റിനോൾ? റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ ഒരു വകഭേദമാണ്. റെറ്റിനോയിഡ്സ് ഉണ്ട്, റെറ്റിനോളും ഉണ്ട്. റെറ്റിനോയിഡ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോൺസെൻട്രേഷനാണ്. അത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് വേണം ഇടാൻ. റെറ്റിനോൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒട്ടുമിക്ക നമ്മൾ ഏത് ഫേസ്ബുക്കോ യൂട്യൂബോ എന്തെടുത്ത് നോക്കിയാലും എല്ലാവരും റെറ്റിനോളിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം നമുക്കതെങ്ങനെ ബെനിഫിറ്റ് ചെയ്യും, നമ്മുടെ ഏജുകാർക്ക് അത് വേണോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈറ്റമിൻ എയുടെ ഒരു വകഭേദമാണ് റെറ്റിനോൾ. ഇത് പല ഫോംസിലും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ക്രീമായിട്ടും സെറമായിട്ടും ജെല്ലായിട്ടും ലോഷനായിട്ടും ഒക്കെ പല തരത്തിലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പം നമ്മുടെ പ്രായക്കാർക്ക് വേണോ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ പറയും തീർച്ചയായിട്ടും വേണം എന്നേ പറയുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയി ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ പോയിട്ട്, ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും, മുഖത്തൊക്കെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പിഗ്മെൻറ്റേഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റിനായിട്ട് അവർ റെറ്റിനോൾ അടങ്ങിയ ഓയിൻമെൻറ്റുകളായിരിക്കും തരുന്നത്, അല്ലെങ്കിൽ റെറ്റിനോയിഡ്സ് അടങ്ങിയ ഓയിൻമെൻറ്റ് ആയിരിക്കും തരുന്നത്. അപ്പം നമുക്കിപ്പം ഇൻ കേസ് നമുക്കിപ്പോൾ വെളിയിൽ ഡോക്ടറിൻ്റെ അടുത്തൊന്നും പോകാതെ തന്നെ ഇപ്പം ഒരുപാട് തരം സെറംസും പല ബ്രാൻഡിൻ്റെ റെറ്റിനോളും, അതായത് റെറ്റിനോൾ അല്ലാതെ തന്നെ അതിൽ കൂടെ വേറെ പല തരം ഓരോന്നും ചേർത്തിട്ടുള്ള ക്രീംസ് ആയാലും സെറംസ് ആയാലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ ഏജ്, അപ്പം ഇനി ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാം. എന്താണ് ഇത് ഇട്ടാലുള്ള ഗുണങ്ങളെന്ന്, അതായത് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്. റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും, പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ സഹായിക്കും, പിന്നെ അതുപോലെ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റനും സപ്പിളും ആയിട്ടിരിക്കാൻ സഹായിക്കും. പിന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഓപ്പൺ പോസ്, നമുക്ക് ഓയിലി സ്കിന്നുള്ളവർ, ചെറുപ്പത്തിലൊക്കെ നല്ല ഓയിലി സ്കിന്നുള്ളവർ ഒരു പ്രായമാകുമ്പോൾ നമ്മുടെ ഇവിടത്തേക്ക് പോസൊക്കെ നല്ല ഓപ്പൺ ആയിട്ടിരിക്കും, അതെല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ മുഖം ഒരു ഇരുണ്ട് കരുവാളിച്ചൊക്കെ ഇരിക്കത്തില്ലേ, അത് കുറയ്ക്കാൻ സഹായിക്കും. ഡീഹൈഡ്രേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ റെറ്റിനോളിന് ഉള്ളത്. പക്ഷേ ഇതെല്ലാം നമ്മൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുമ്പോഴും നമ്മൾ ഉള്ളിലും നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് നമ്മൾ ആഹാരവും വെള്ളവും എല്ലാം കൊടുക്കണം. അല്ലാതെ നമ്മൾ മുകളിൽ മാത്രം അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറച്ച് അതിനുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഉള്ളിലും നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ നല്ല ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇനി ഏത് പ്രായം തൊട്ടാണ് ഈ റെറ്റിനോൾ ഇടാം? ഒരു 20 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ പറ്റും. പക്ഷേ നമ്മളൊന്നും ആ പ്രായത്തിലൊന്നും ഒന്നും ഇട്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു SPF പോലും, അതായത് സൺസ്ക്രീൻ പോലും നമ്മളൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇടാൻ പറ്റുമെങ്കിൽ അത് വാങ്ങിയിടുന്നത് നല്ലതല്ലേ. ഒന്നീ നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നല്ലൊരു ക്രീമോ എന്തെങ്കിലും ഇടുന്നത് നല്ലതായിരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള, ആദ്യം ഇട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ചെറിയ കോൺസെൻട്രേഷൻ ഉള്ളതിൽ തുടങ്ങണം. പിന്നെ അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതോറും കുറച്ചുകൂടെ വലിയ കോൺസെൻട്രേഷനിൽ തുടങ്ങണം. പിന്നെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്യണം. കാരണം ചിലർക്ക് അത് അലർജി ആയിരിക്കും, ചിലർക്ക് സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇടുമ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ മേലിൽ നിന്നൊക്കെ അത് ഒരുമാതിരി ഇളകി വരാൻ ചിലപ്പോൾ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ, സെൻസിറ്റീവ് സ്കിന്നുള്ളവർ റെറ്റിനോൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഡോക്ടർ പറയുന്ന ക്രീമുകളോ വല്ലതോ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി ഈ റെറ്റിനോൾ ഇട്ട് കഴിഞ്ഞാലോ നമ്മൾ എപ്പോഴാണ് ഇടേണ്ടത്? രാത്രിയിലാണ് ഇടേണ്ടത്. പകൽ റെറ്റിനോൾ ഇടാനേ പാടില്ല. രാത്രിയിൽ ഇട്ടതിന് ശേഷം ഒരു 2-3 മിനിറ്റ്സ് കഴിയുമ്പോൾ മേളിൽ നല്ലൊരു നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ ഇട്ടിട്ട് വേണം കിടക്കാൻ. എന്നാലും ഉടനെ പോയി കിടക്കരുത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം അബ്സോർബൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടേ കിടക്കാവൂ. ഓക്കെ. എന്നിട്ട് രാവിലെ എണീക്കുമ്പോഴോ മുഖം നല്ലോണം ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നല്ല മോയ്സ്ചറൈസറും നല്ലൊരു സൺസ്ക്രീനും ഇടണം. ഇനി റെറ്റിനോളിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സെറംസ് ഇടാമോ?
സത്യം പറഞ്ഞാൽ ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇടുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ റെറ്റിനോളിൻ്റെ കൂടെ ഇടണം എന്ന് നിർബന്ധമാണെങ്കിൽ ഹൈലറോണിക് ആസിഡോ അല്ലെങ്കിൽ നിയാസിനമൈഡോ മാത്രമേ ഇടാവൂ. പിന്നെ വൈറ്റമിൻ സി, ചിലർ പറയും വൈറ്റമിൻ സി ഇടാമെന്ന്. വൈറ്റമിൻ സി ഇടുന്നവരുണ്ട്, പക്ഷേ വൈറ്റമിൻ സി ഇടുന്നെങ്കിൽ അത് രാവിലെ ഇടുക. പക്ഷേ ഞാൻ പറയില്ല, ഞാൻ ഒരു സെറവും എനിക്ക് രാവിലെ ഇടുന്നതിനോട് താല്പര്യമില്ല. കാരണം നമ്മുടെ സ്കിന്ന് കുറേ കൂടെ അത് ഡള്ളാക്കി കാണിക്കാനേ സഹായിക്കും. കാരണം നമ്മളൊന്നും വളരെ പ്രൊട്ടക്റ്റീവായിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് സൺസ്ക്രീൻ അങ്ങനെയൊന്നും ഇടാറില്ല. അപ്പോൾ രാവിലെ നമ്മൾ വൈകിട്ട് വരെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രം മതി. നല്ല മോയ്സ്ചറൈസർ, നല്ല അതായത് സിറംസ് ഇടുന്നതിന് പകരം ആ സിറത്തിൽ അടങ്ങിയിരിക്കുന്ന നയാസിനമൈഡോ ഹൈലറോണിക് ആസിഡോ ഒക്കെ അടങ്ങിയ നല്ല മോയ്സ്ചറൈസർ കിട്ടും. അതുപോലത്തെ വാങ്ങി ഇട്ടാൽ നന്നായിരിക്കും. പിന്നെ ഈ റെറ്റിനോള് ആരെങ്കിലും ആദ്യമായിട്ട് ഇടാനാണ് തുടങ്ങുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ആദ്യം ഇടുക. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ അത് കൂട്ടി അതിൻ്റെ ദിവസങ്ങൾ കൂട്ടി വരിക. എന്നാൽ ആഴ്ചയിൽ ഒരു 4 ദിവസം ഇടവിട്ടിടുന്നതായിരിക്കും നല്ലത്. അല്ലാതെ എല്ലാ ദിവസവും ഇടണമെന്ന് നിർബന്ധവും ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ സ്കിന്നിനുള്ള ഒരുവിധം ഡൾനെസ് എല്ലാം മാറിക്കിട്ടും നമുക്ക്. അത് നല്ല ബ്രാൻഡിൻ്റെ നോക്കി തന്നെ നിങ്ങൾ റെറ്റിനോൾ സിറം ആദ്യം തുടങ്ങുന്നവരാണെങ്കിൽ ഒരു 0.2% തുടങ്ങിയാൽ മതി. പിന്നെ അത് ക്രമേണ കൂട്ടിയാൽ മതിയാകും. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ണിന് ചുറ്റും നമുക്ക് ഓയിൽ ഗ്ലാൻസോ ഒന്നുമില്ല. കണ്ണിൻ്റെ ചുറ്റിനുമുള്ള സ്കിന്ന് വളരെ സെൻസിറ്റീവാണ്, വളരെ മൃദുലവുമാണ്. പിന്നെ നമ്മൾ പ്രായമാകുമ്പോൾ അവിടുത്തെ സ്കിന്ന് വളരെ സോഫ്റ്റും സെൻസിറ്റീവുമാണ്. അതുകൊണ്ട് അതിൻ്റെ ചുറ്റാകെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻ കേസ് നിങ്ങളുടെ കണ്ണിൻ്റെ അകത്തെങ്ങാനും പോണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്ത് കളയുക. ഇതെല്ലാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ആക്ച്വലി നമ്മുടെ ബോഡിക്കകത്ത് ഇതെല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഒരു ഏജ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 20, 25, 30, 35 ഇങ്ങനെ വരുമ്പോൾ കുറേശ്ശെ നമ്മുടെ കൊളാജൻ നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ കൊളാജൻ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ സ്കിന്നിലെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. കൊളാജൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ കൊളാജൻ കുറഞ്ഞ് വരും. അപ്പം നമ്മുടെയൊക്കെ ഏജുകാർക്ക് മെനോപോസൊക്കെ ആയി കഴിയുമ്പം ഈ കൊളാജിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും കാണത്തില്ല. അത് അപ്പോഴത്തേക്ക് ഇലാസ്റ്റിസിറ്റി നമ്മുടെ സ്കിന്നിൽ കുറയും. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി കുറയുന്നത് കാരണമാണ് നമ്മുടെ സ്കിന്നിൽ ഈ സ്കിന്നിൻ്റെ കട്ടിയും കുറഞ്ഞിട്ട് നമ്മുടെ സ്കിന്ന് തൂങ്ങാൻ തുടങ്ങുന്നതും നമ്മുടെ സ്കിന്ന് വലിയാൻ തുടങ്ങുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പോൾ ഈ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിൽ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ റെറ്റിനോൾ നന്നായിട്ട് സഹായിക്കും. അപ്പം അത് പിന്നെ ഡെഡ് സ്കിൻ സെൽസ് കളയാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ അതിന് കുറേ ഗുണങ്ങളുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു ഏജ് കഴിഞ്ഞ് ഒരു 25 അല്ലെങ്കിൽ ഒരു 30 എങ്കിലും ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 25 തൊട്ട് ഇടാൻ തുടങ്ങാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇടാൻ കഴിഞ്ഞില്ല, ഇപ്പം എൻ്റെയൊക്കെ പ്രായമുള്ളവരൊന്നും ഇട്ടൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇനി ഇടാൻ തുടങ്ങാം. ഇനി ഇടാൻ തുടങ്ങിയാലും ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് തന്നെ നിലനിർത്തും. മെലാനിനാണല്ലോ നമ്മുടെ സ്കിന്നിന് കളർ ഡാർക്കൻ ചെയ്യുന്നത്. അപ്പോൾ മെലാനിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ റെറ്റിനോൾ നമ്മളെ സഹായിക്കും. ഇത് ഒരു പ്രയോജനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഈ കരുവാളിപ്പൊക്കെ കുറച്ച് ഒരു ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാനായിട്ട് റെറ്റിനോളിന് സഹായിക്കാൻ കഴിയും. ഇനി റെറ്റിനോൾ സിറത്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ലാത്ത, അതിൻ്റെ ഒപ്പം തന്നെ പാടില്ലാത്തതാണ് സാലിസിലിക് ആസിഡും ഗ്ലൈക്കോളിക് ആസിഡും. ഈ 2 സിറവും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒപ്പം തന്നെ അത് ഉപയോഗിക്കരുത്. റെറ്റിനോൾ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ റെറ്റിനോൾ മാത്രം ഉപയോഗിച്ചിട്ട് ഒരു നല്ല മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കുന്നതായിരിക്കും ബെറ്റർ. ഇൻ കേസ് നിങ്ങൾക്ക് റെറ്റിനോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു ഡ്രൈനെസ്, ഇത് സ്കിൻ ഇച്ചിരി ഡ്രൈ ആക്കും. അപ്പോൾ അതിന് പകരം അതിട്ട് കുറച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നയാസിനമൈഡ് ഉപയോഗിക്കാം. ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനെ കാമാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ 2 സിറംസ് മാത്രം നമുക്ക് ഉപയോഗിക്കാം. ബാക്കി വേറെ ഒരു സിറംസും അതിൻ്റെ കൂടെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് എപ്പോൾ കാണാമെന്ന് പറഞ്ഞാൽ, നമ്മളത് ആദ്യം തുടങ്ങുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആഴ്ച 2 ദിവസം, പിന്നെ അത് 2-3 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു 4 ദിവസം, അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒരു 12 ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. 12 ആഴ്ചയെങ്കിലും നമ്മൾ മിനിമം നമ്മളെ സ്കിന്നിന് വേണ്ടി നമ്മൾ ഇതെല്ലാം ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. ഇനി റെറ്റിനോൾ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം തുടച്ചുണക്കുക. ഇപ്പം നമ്മൾ ഹൈലറോണിക് ആസിഡാണ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ചെറിയൊരു ജലാംശത്തിൽ ഹൈലറോണിക് ആസിഡ് സിറം ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ റെറ്റിനോൾ ഉപയോഗിക്കുമ്പോൾ നല്ലോണം സ്കിന്ന് ഉണക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങൾ, കാരണം വൈറ്റമിൻ എയുടെ ഒരു വകഭേദമാണല്ലോ റെറ്റിനോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് നല്ല നെയ്യുള്ള മീനുണ്ടല്ലോ, ചെറിയ തരം മീൻ,
മീന്, മുട്ട, പിന്നെ പാലുൽപ്പന്നങ്ങൾ, പിന്നെ മാങ്ങ, സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ ബീഫ്, ചിക്കൻ, പംകിൻ, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളിൽ വൈറ്റമിൻ എ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. അതെല്ലാം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കുക നല്ലവണ്ണം. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ജ്യൂസായിട്ട് ഓറഞ്ച് ജ്യൂസോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലുമൊക്കെ കുടിക്കാം. അപ്പം നമ്മൾ കുറച്ച് മെനക്കെട്ടാൽ നമ്മുടെ സ്കിന്ന് നമുക്ക് ഉള്ളിൽ ആരോഗ്യവും കിട്ടും, അതേസമയം നമ്മുടെ സ്കിന്നും നന്നായിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് റെറ്റിനോളിനെ കുറിച്ച്. അപ്പം നമ്മുടെ പ്രായക്കാർക്ക് സത്യം പറഞ്ഞാൽ റെറ്റിനോൾ എന്തുകൊണ്ടും നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇങ്ങനെ വാങ്ങിയിടുന്ന ഇഷ്ടമില്ലാത്തവർ നിങ്ങൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രം ഉപയോഗിക്കുക. അല്ലാതെ കടയിൽ നിന്ന് കിട്ടുന്ന എന്തും വാങ്ങിച്ചിടണമെന്നില്ല. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ അവർ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ നല്ല രീതിയിലുള്ള ഡോക്ടേഴ്സിൻ്റെ രീതിയിലുള്ള ക്രീംസ് തരെയും പിന്നെ സ്കിന്ന് നന്നായിരിക്കാനുള്ള ചിലപ്പം സപ്ലിമെൻറ്റ്സ് തരെയും ഒക്കെ ചെയ്യും. അവർക്ക് അതിന് പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ആയി എന്ന് വിചാരിക്കുന്നു. കുറച്ചറിവ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. ഞാൻ ഒരുപാട് വീഡിയോസൊന്നും അങ്ങനെ ചെയ്യാറില്ല. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു. ഇനി ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ. ലവ് യു ഓൾ.